മഴക്കാലമൊക്കെ തുടങ്ങി കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ പൊതിച്ചോറിന് കൊടുത്തു വിടാൻ ഇതുപോലെ നല്ല മണവും സ്വാദുമുള്ള ചമ്മന്തിപ്പൊടി തയ്യാറാക്കി വെക്കാം. നമ്മുടെ ആ നൊസ്റ്റാൾജിക് ഉണക്കത്തേങ്ങ ചമ്മന്തിപ്പൊടി, ഇതിൻ്റെ മണം അടിച്ചാൽ തന്നെ മതി, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. ഉണക്കത്തേങ്ങയാണ് ഇതേതായാലും ചുരണ്ടിയെടുക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഞാൻ 3 ഉണക്കത്തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. കൊട്ടത്തേങ്ങ എന്ന് പറയും. അതിങ്ങനെ കനം കുറച്ച് നീളത്തിൽ ചെറുതായിട്ട് നമ്മൾ ഇറച്ചി എടുത്തുന്നതിനൊക്കെ നമ്മൾ അരിയില എന്ന് പറഞ്ഞ പോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ധാരാളം കറിവേപ്പില വേണം. നമ്മുടെ പറമ്പിൽ തന്നെ കറിവേപ്പിലയുണ്ട്. ഒരു 2-3 പിടി കറിവേപ്പില നമുക്കിതിൽ ചേർക്കണം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില വൃത്തിയാക്കിയത് 2 പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് ചുവന്നുള്ളി കനം കുറച്ചരിഞ്ഞത്, ഒരു 1/4 കപ്പ് ഇഞ്ചി അരിഞ്ഞത് കനം കുറച്ചരിഞ്ഞത്, വെളുത്തുള്ളി അത് ഒരു 1/4 കപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് മണവും രുചിയും കൂട്ടുന്നത് ചെറുനാരകത്തിൻ്റെ ഇലയാണ്. ഒരു ചെറിയ പിടി ചെറുനാരകത്തിൻ്റെ ഇല, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈകൊണ്ട് മിക്സ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്കിത് മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടുപ്പിൽ വെച്ച് നമുക്കിത് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് വറുത്തെടുക്കാം. പ്രയാസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തുടരെ ഇളക്കി ഒരു നല്ല ബ്രൗൺ നിറമാകണം. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇലപ്പൊതിയുടെ കൂടെ ഇതുപോലെ മണമുള്ള ആ ചമ്മന്തിപ്പൊടിയും നല്ല വാഴയ്ക്കാമെഴുക്ക് പുരട്ടിയും ഒക്കെ കൂട്ടി അമ്മ ചോറ് തന്ന് വിടുന്നതിൻ്റെ ആ ഇല തുറക്കുമ്പോഴേ എന്തോരു മണമാണ്. ഉച്ചയ്ക്ക് ഈ ചോറുണ്ണാനായിട്ട് ധൃതി, അതുപോലെ ആകാംക്ഷയോടെ നോക്കിയിരിക്കും. ആ ഒരു ഓർമ്മയ്ക്ക് ഈ ചമ്മന്തിപ്പൊടി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. പിള്ളേർക്ക് കൊടുത്തു വിടാമല്ലോ സ്കൂളിൽ. അതുപോലെ നമുക്കും ഈ മഴക്കാലത്ത് ഇതുപോലെ ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് ഈ ചമ്മന്തിപ്പൊടി. ഇഞ്ചിയും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് വയറിന് നല്ല ഗ്യാസൊന്നും ഇല്ലാതെ ഇരിക്കും. അപ്പോൾ നമ്മളിത് നല്ലതായിട്ട് തുടരെ ഇളക്കി, ഇതൊരു ബ്രൗൺ നിറമായിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു നിറമാകണം, നല്ല ചുമപ്പ് നിറമാകണം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഈ കറിവേപ്പിലയും നാരകത്തിൻ്റെ ഇലയൊക്കെ നല്ല കിലുകിലാന്ന് നമ്മളെടുത്ത് കൈകൊണ്ട് ഞെരടുമ്പോൾ തന്നെ പൊടിയുന്നത് പോലെ ആകും. അപ്പം നമുക്കിത് വാങ്ങി തണുക്കുന്നതിനായി വയ്ക്കാം. ഇനി ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളൻ പുളി, അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കല്ലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ച് ഒരു വലിയ ബൗളിലേക്ക് ചേർക്കാം. പണ്ട് നമ്മൾ ഉരലിലാണ് ഇതൊക്കെ ഇടിച്ചിരുന്നത്. ഇപ്പം മിക്സിയുടെ ഉണങ്ങിയ ബൗളിൽ നമുക്കിത് പൊടിച്ചെടുക്കാം. കുറേശ്ശെയായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത് മിക്സിയുടെ അടിയിൽ ഇങ്ങനെ കുറച്ച് കട്ടിയിലിങ്ങനെ പിടിച്ചിരിക്കുക, അതുകൂടെ ഇളക്കി ഇതിനകത്ത് ഇടണം. ഓരോ പ്രാവശ്യവും പൊടിക്കുമ്പോൾ ഞാനിവിടെ 3 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് വീണ്ടും ഒരു നമ്മൾ വറുത്ത ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോളും. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിച്ചാൽ ഏറെ നാൾ കേടാകാതെ ഇരിക്കും. ഇങ്ങനെ ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ ചോറിനൊക്കെ കഴിക്കാൻ, പിന്നെ എന്തെങ്കിലും 1-2 കറി ഉണ്ടെങ്കിൽ എളുപ്പമാണ്. പിള്ളേർക്ക് കൊടുത്തു വിടാനും ഒക്കെ വളരെ എളുപ്പമല്ലേ. അപ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അത്ര സ്വാദുള്ള ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ ഇനിയും പുതുരുചികളുമായി നമുക്ക് വീണ്ടും കാണാം.